ഒടുവിൽ കോൺഗ്രസ് ആഗ്രഹിച്ചത് സംഭവിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ തന്നെ എന്താണ് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉടനെ തന്നെ നമ്മുടെ പാർലമെന്റ് വിളിച്ചു കൂട്ടണം, പാർലമെന്റിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എന്തിനാണ് കോൺഗ്രസ് ഈ പാർലമെന്റ് വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞത്? ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പരാജയമായിരുന്നു എന്ന് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ പറഞ്ഞാൽ പാകിസ്ഥാന് ആ സ്റ്റേറ്റ്മെന്റ് അവരുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് മുമ്പിൽ ഉപയോഗിക്കാനായി സാധിക്കും. നമുക്കറിയാം പാകിസ്ഥാൻ പാർലമെന്റിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് ലോക രാജ്യങ്ങൾ മുഴുവൻ കണ്ടതാണ്. വ്യാജ AI ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെ തകർത്തു എന്നുള്ള പല രീതിയിലുള്ള നെറേറ്റീവുകളും അവിടെ നടന്നു. അതെല്ലാം ഇന്ത്യ പൊളിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്ത് പാകിസ്ഥാനെ സേവ് ചെയ്യാനായി കോൺഗ്രസ് എന്ന് പറയുന്ന ഈ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട പാർട്ടി ചെയ്ത കാര്യം ഇപ്പോൾ പാർലമെന്റ് വിളിച്ചു കൂട്ടണം. ആ സമയത്ത് രാജ്യത്തെ വേണ്ടപ്പെട്ട അധികാരികൾ പറഞ്ഞു അതൊന്നും സാധിക്കില്ല, അതിനെല്ലാം ഒരു സമയമുണ്ട്, അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിക്കല്ല നമ്മൾ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്നത് എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പാർലമെൻറ്റ് തുടങ്ങിയപ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിച്ചത്? ഇവരുടെ അജണ്ട ഇവർ വളരെ ശക്തമായി നടപ്പിലാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ത്യക്കെതിരെയുള്ള നെറേറ്റീവുകൾ ഇവർ പാർലമെൻറ്റിൽ പടച്ചുവിടാനായി തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസിൻ്റെ ഒരു MP ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജ്. ഈ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന രാജ്യവിരുദ്ധൻ നമ്മുടെ പാർലമെൻറ്റിൽ നടത്തിയ കള്ളപ്രസ്താവനകൾ ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള ആയുധമാക്കി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ X പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇയാൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് 3 റഫേലുകൾ വീണു, 1 സുഖോയ് വീണു, 1 മിഗ് വീണു. കോൺഗ്രസ് MPയുടെ ഈ ക്ലെയിം ഇപ്പോൾ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ പല ഹാൻഡിലുകളും ഇപ്പോഴിതാ ഇന്ത്യയുടെ ഈ MP പറയുന്നത് കേട്ടില്ലേ എന്നുള്ള രീതിയിൽ ഇതൊക്കെ വലിയ രീതിയിലുള്ള വാർത്തകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ പല ഹാൻഡിലുകളും ഇന്ത്യ തന്നെ സമ്മതിച്ചു എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സ്വാഭാവികമായിട്ടും അത് നടന്നു കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ഇവറ്റകൾ ഇപ്പോഴും പ്രതിപക്ഷത്ത് ചത്തുകുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമിത്ഷാ ശക്തമായി പറഞ്ഞു നിങ്ങൾ ഇനിയും ഒരു 20-25 കൊല്ലം പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുമെന്ന്. അതുമാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിനെ വെറും ഒരു തമാശയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വിളിച്ചാണ് ഈ കോൺഗ്രസ് MP ആക്ഷേപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് MP ആയിട്ടുള്ള പ്രണീതി ഷിൻഡെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കോമഡിയാണ് എന്നാണ് പ്രണീതി ഷിൻഡെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ കോൺഗ്രസിൻ്റെ വേരുകളും റൂട്ടുകളും എല്ലാം ഉള്ളത് പാകിസ്ഥാനിലായതുകൊണ്ടായിരിക്കാം. രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ്റെ പേര് പോലും എടുത്തു മാറ്റി അവിടെ ഗാന്ധി എന്ന് പറയുന്ന കള്ളപ്പേരിട്ടാണ് ഇവറ്റകൾ ഇത്രയും കാലം ഇന്ത്യയിലുള്ള ജനങ്ങളെ സമ്പൂർണ്ണമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്തായാലും അങ്ങനെയുള്ള പാകിസ്ഥാനുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്ന ഇവറ്റകൾ ഈ രാജ്യം ഭരിക്കണമെന്ന് കേരളത്തിലുള്ള പല മതമൗലികവാദികൾക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇതുവരെ BJP ഭരണത്തിൽ വരാത്തത്. കാരണം അതേ മൈൻഡ് സെറ്റുള്ള മതമൗലികവാദികളിൽ പലരും ഇന്ന് കേരളത്തിലുണ്ട്, കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ തലപ്പത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിലെ ഭൂരിഭാഗം ആൾക്കാരെ നമ്മൾ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയത്. അതായത് ഇന്ത്യ ഇവിടെ നിന്ന് ഇന്ത്യയുടെ സൈന്യം തൂക്കിക്കൊണ്ടുപോയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വന്നപ്പോൾ നമ്മുടെ അനുരാഗ് ഠാക്കൂർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി LOP ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ല, ലീഡർ ഒപ്പോസിങ് ഭാരത് ആണ്. അതായത് ഭാരതത്തെ എതിർക്കുന്ന ഒരു ആളാണ് രാഹുൽ ഗാന്ധി എന്താണ് കൃത്യമായി അനുരാഗ് ഠാക്കൂർ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അജണ്ട ഒരു സ്ഥലത്ത് നടപ്പിലാകുമ്പോഴും കോൺഗ്രസ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാട്ടിൽ, അതായത് ഈ ഭാരതത്തിൽ നിങ്ങളുടെ ചീട്ട് അനുദിനം കീറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ജീവിതകാലത്തിൽ ഒരിക്കലും നിങ്ങൾ ഭരണത്തിൽ വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ പാർലമെൻറ്റിൽ നടത്തുന്നത്. ഇനി രാജ്യത്തിന് അനുകൂലമായി പറഞ്ഞാലും നിങ്ങളെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പൊക്കോണ്ടിരിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യ സമരം നടത്തിയ കോൺഗ്രസ് ഇപ്പോൾ എവിടെയാണ്? ആ കോൺഗ്രസ്സിലെ ഈ കോൺഗ്രസ്, ആ കോൺഗ്രസ് വഴിമധ്യേ, അതായത് കാലാന്തരത്തിൽ പിളർന്ന് ആ സ്വാതന്ത്ര്യ സമരം നടത്തിയ യഥാർത്ഥ കോൺഗ്രസ് BJPയുടെ കൂടെയാണ് ചേർന്നത്. അതിൽ ലയിച്ചു കഴിഞ്ഞു ആ കോൺഗ്രസ്. ഇപ്പോഴുള്ള കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി പടച്ചുവിട്ട ഒരു കോൺഗ്രസ്സാണ്, സമ്പൂർണ്ണമായി രാജ്യവിരുദ്ധതയുള്ള ഒരു കോൺഗ്രസ്സാണ്. ഇവറ്റകൾ ഇങ്ങനെ അലമുറയിട്ടുകൊണ്ടേയിരിക്കും. എന്നിരുന്നാൽ പോലും ഇവറ്റകൾക്ക് ഇനിയും ഭരണത്തിൽ വരാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ ഇവറ്റകൾ നടത്തുന്ന പേക്കൂത്തുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.